അടിമുടി നീ മാറാൻ പോവാ. തമ്പുരാന്റെ ഒരു പ്രവൃത്തി ജീവിതത്തിനകത്ത് നിന്ന് രാത്രി ഉണ്ടാകുക. കയ്യിലൊരു ലഹരി പദാർത്ഥം ഇരിപ്പുണ്ട്, ഉണ്ട്, തായിങ്ങ. ഇനിയും വെക്കണ്ട, ഒന്നും വേണ്ട. ഞാനേ ഈ ചരടും ഈ പൊട്ടുമൊക്കെ കണ്ടപ്പം എന്നോട് ദൈവം പറഞ്ഞു അടിച്ചിട്ടാ വന്നേന്ന്. എന്നിട്ട് പറഞ്ഞു ഒരു ലഹരി ഉണ്ട് കയ്യിലിരിപ്പുണ്ടെന്ന്. എന്നിട്ട് ബാക്കി ദൈവം എന്നോട് പറഞ്ഞു ആരുമില്ല ജീവിതത്തിൽ, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. കല്യാണം കഴിച്ചില്ല, അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല, ആർക്കും വേണ്ട. പക്ഷെ ദൈവത്തിന് വേണം. ഒന്ന് കൈയടിച്ചൊന്ന് വിളിക്കാൻ പറ്റുന്ന, എല്ലാവരും കൂടെ ഒന്ന് ആദരം തുറന്ന യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഈ ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. താനിനിയും കല്യാണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചേക്കുക. ഇങ്ങനെ ജീവിതം അങ്ങ് നശിച്ചു പോട്ടെന്ന് വിചാരിക്കുക. പക്ഷെ ഈ നശിച്ച ജീവിതത്തെയും തിരിച്ചു കൊണ്ടുവരാൻ പോവാ. എല്ലാ കരങ്ങളും ഒന്നടിച്ച് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ ആദരവൊന്ന് തുറന്നൊന്ന് വിളിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. 1000 പ്രാവശ്യം ചാവണമെന്ന് വിചാരിച്ച, പക്ഷെ ചാവാൻ എന്നാന്നറിയാം, ഇവിടെ ആരാധനയ്ക്ക് വരണമെന്ന് ദൈവം തീരുമാനിച്ചുകൊണ്ടാ നിങ്ങൾ ചത്തുപോകാൻ. കേട്ടോ, ദൈവം എന്നോട് പറയുക, നിങ്ങളുടെ അവസ്ഥക്കൊക്കെ മാറ്റം വരാൻ പോവാ. ദൈവം നിങ്ങൾക്ക് ഒരു ഷെൽട്ടർ തരും. നിങ്ങളെ ദൈവം അടിമുടി മാറ്റും. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ കെട്ടിക്കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരുടെ ആഗ്രഹം നിറവേറാതെ അവരും മരിച്ചുപോയ. 33-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ച അമ്മയ്ക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു. ഇപ്പൊ ആരുമില്ല. ഇനി അടിക്കണ്ട, അടിയൊക്കെ നിർത്തിയാലോ? തീർച്ചയായിട്ടും നിർത്താം. ഒന്ന് കൈ അടിച്ചോട്ട് സ്വോത്രം പറ. ഈ പുള്ളി ഇന്ന് യോഗത്തിന് വന്നാലേ ഇപ്പഴങ്ങാണ്ട് എപ്പോഴാ വന്ന്? ഇപ്പൊ വന്നേ ഉള്ളൂ, 15 മിനിറ്റ് ആയിട്ടുള്ളൂ വന്നിട്ട്. പുള്ളിയിൽ അവിടുന്ന് അടിച്ചിട്ട് വന്നാ സ്വോത്രം പറഞ്ഞില്ല ഉള്ളതായിട്ട്. എനിക്കറിയാം ഇവിടുന്ന്, എന്നെ നോക്ക്, അടിച്ച സ്ഥലമൊക്കെ എനിക്കറിയാം. ഇനിയും വേണ്ട, വേണ്ട. യേശുവിന് നിങ്ങളെ വേണം. ആർക്കും വേണ്ടല്ലോ, യേശുവിന് വേണം. നിങ്ങൾ രക്ഷപ്പെടും. നമ്മൾ ഇദ്ദേഹത്തിന് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങളുടെ വേങ്ങവിളയിലെ വീട്ടിലേക്ക് ഇന്ന് രാത്രി ദൈവം ഇറങ്ങി വരാനായിട്ട് പോവാ. കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഇന്ന് രാത്രി ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഉറക്കെയൊന്ന് ആ നാമത്തെ വിളിച്ച് യേശുവേ എന്ന് ഉറക്കെയൊന്ന് വിളിച്ച്. ചേട്ടാ, ഒരു കാര്യം ഞാൻ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ല ഇന്നുവരെ. യേശുവാ എൻ്റെ ലഹരി. ഇതിനപ്പുറത്തൊരു ലഹരിയില്ല. ചേട്ടൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇതിനപ്പുറത്തൊരു ലഹരിയില്ല. ഇല്ല, ഇത് ഏറ്റവും വലിയ ലഹരിയാണ്. അതാ കൈയടിച്ച് സ്വോത്രം പറ. യേശു യേശു സാരമില്ല
പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യൂ പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യൂ പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യൂ പ്രത്യാശയോടെ. ആ രണ്ട് കരം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ഇതിന് നടുവിൽ ഒരു നിറഞ്ഞ ദൈവ സാന്നിധ്യമുണ്ട്. ഞങ്ങൾ ഇന്ന് രാത്രി മതത്തെക്കുറിച്ച് പറയല്ല, നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില തന്ന ഒരു മഹാദൈവത്തെ കുറിച്ച് പറയുകയാണ്. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ഈ യോഗത്തിൽ വന്ന നിങ്ങളോടാ ദൈവം പറയുന്നത്, അവസാനത്തെ പരിഹാരം ആത്മഹത്യയല്ല, അവസാനത്തെ പരിഹാരം ജീവനൊടുക്കുകയല്ല, അവസാനത്തെ പരിഹാരം യേശുവാണ്. അവസാനത്തെ പരിഹാരം യേശുവാണ്. അവസാനത്തെ പരിഹാരം യേശുവാണ്. പിതാവേ, അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ മക്കളെ ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ അപ്പാ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തമ്പുരാന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി ചലിക്കട്ടെ. ഞങ്ങളുടെ ഈ പട്ടണത്തിൽ വലിയ സ്വാതന്ത്ര്യം, അത്ഭുതങ്ങൾ, ദൈവകൃപ വ്യാപരിപ്പാൻ സഹായിക്കും. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആദരിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ.